എല്ലാവർക്കും നമസ്കാരം. സബർമതി അക്കാഡമിയുടെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ അധിഷ്ഠിതമാക്കിയുള്ള വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെഹ്റു യുവകേന്ദ്രയുടെ പേര് കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നല്ലേ, പേരിലാണ് കാര്യം. അതിലേക്കാണ് ഇന്നത്തെ ഈ വീഡിയോ വെളിച്ചം വീശുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി നെഹ്റുവിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെ ഭയക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലുണ്ട്. അത് മറ്റാരുമല്ല, സംഘപരിവാർ ശക്തികളാണ്. അവർക്ക് ഗാന്ധിജിയെ പെട്ടെന്ന് തന്നെ വെടിവെച്ച് കൊല്ലാൻ കഴിഞ്ഞു. പക്ഷേ ഗാന്ധിയെ പ്രത്യയശാസ്ത്രത്തെ അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. നെഹ്റുവിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കഴിഞ്ഞില്ല. പക്ഷേ നെഹ്റുവിൻ്റെ പ്രത്യയശാസ്ത്രം, നെഹ്റുവിൻ്റെ ലീഗസി, നെഹ്റുവിനെ താറടിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ എത്രയോ കാലഘട്ടങ്ങളായി തുടരുകയാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള സമയമാണ്. നിരവധി യൂട്യൂബ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം. നെഹ്റുവിനെ താറടിച്ചുകൊണ്ട് നെഹ്റുവാണ് ഇന്ത്യയിലെ വിഷയങ്ങൾക്കൊക്കെ കാരണം. ഏറ്റവും അവസാനം കാശ്മീരിൽ ഇപ്പോൾ ആക്രമണം ഉണ്ടായി, തീവ്രവാദി ആക്രമണം ഉണ്ടായി. അതിന് കാരണം നെഹ്റുവാണെന്നാണ് കേന്ദ്രം ഭരിക്കുന്ന മന്ത്രിപുങ്കവന്മാർ പ്രസ്താവിക്കുന്നത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം? അത് ചർച്ച ചെയ്യപ്പെടുന്നതുണ്ട്. വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നെഹ്റു യുവകേന്ദ്ര പേര് മാറ്റി മേര യുവഭാരത് എന്ന് പേര് മാറ്റിയിരിക്കുന്നു. 1972 നെഹ്റു യുവകേന്ദ്ര ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ യുവാക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക. മറ്റൊന്ന്, ഉത്തരവാദിത്തമുള്ള ഒരു യുവാക്കളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, മതേതര ചിന്താഗതി വളർത്തിയെടുക്കുന്നതിന്, ശാസ്ത്ര ചിന്താഗതിയുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെഹ്റു യുവകേന്ദ്ര വിഭാവനം ചെയ്യുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. ഈ രണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് ഭാരതത്തിലെ 623 ജില്ലകളിലും നെഹ്റു യുവകേന്ദ്രക്ക് എല്ലാവർക്കും കമ്മിറ്റികളുണ്ടായി. നെഹ്റു യുവകേന്ദ്ര കോർഡിനേറ്റർമാരുണ്ടായി. സോണൽ ഓഫീസുകൾ, വിവിധ തലങ്ങളിൽ സോണൽ ഓഫീസുകളുണ്ടായി. ഇവരുടെ കീഴിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി വളണ്ടിയർമാർ, സന്നദ്ധ സേവന ക്ലബ്ബുകളുടെ കൂട്ടായ്മകൾ, നിരവധിയായ ക്ലബ്ബുകളുടെ കൂട്ടായ്മയുണ്ടായി. 8.5 മില്യൺ യുവാക്കൾ നെഹ്റു യുവകേന്ദ്ര എൻറോൾ ചെയ്തു. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് അവർ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയ പങ്കാളികളായി. 3.01 ലക്ഷം യൂത്ത് ക്ലബ്ബുകൾ നെഹ്റു യുവകേന്ദ്ര അഫിലിയേറ്റ് ചെയ്തു. വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്ലബ്ബുകളും ഈ ചെറുപ്പക്കാരികളും വഴിക്ക് ഒരുപാട് പരിപാടികൾ, നാഷണൽ യൂത്ത് പാർലമെൻറ്റ്, നാഷണൽ യൂത്ത് എക്സ്ചേഞ്ച്, നാഷണൽ യൂത്ത് ഫെസ്റ്റിവലുകൾ, ദേശീയ തലത്തിൽ ഒരുപാട് വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ നാട്ടിൽ സീരിയസായി നടപ്പാക്കി. താഴെത്തട്ട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇന്ത്യ രാജ്യത്ത് പടർന്ന് പന്തലിച്ച് ഗ്രാമീണമായ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടന. ആ സംഘടനയ്ക്ക് നിങ്ങളൊരു ക്ലബ്ബ് രൂപീകരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് സാമ്പത്തിക പരിമിതിയാണ്. ഗ്രാമീണ മേഖലയിൽ നിങ്ങൾക്ക് ക്ലബ്ബ് രൂപീകരിച്ചാൽ ഒരു വർഷം തികഞ്ഞ നിങ്ങൾക്ക് 10,000 രൂപ നെഹ്റു യുവകേന്ദ്ര ധനസഹായം നൽകും. 3 വർഷം വരെ പ്രവർത്തിച്ച ക്ലബ്ബുകൾക്ക് 30,000 രൂപ ധനസഹായം നൽകും. മികച്ച പ്രവർത്തനം, പലതരത്തിലുള്ള പ്രവർത്തനം നടത്തിയ ക്ലബ്ബുകൾക്ക് നിങ്ങൾക്ക് മികച്ച അവാർഡുകൾ, നെഹ്റു മികച്ച വളണ്ടിയർമാർക്കുള്ള അവാർഡുകൾ, അവർക്ക് പ്രോത്സാഹനമാണ് ഇതൊക്കെ. അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടത്തി രാജ്യത്തിൻ്റെ ദേശീയോദ്ഗ്രഥത്തിൻ്റെ കമൻ്റ് പ്രത്യേകമായ കോൺട്രിബ്യൂഷൻ നടത്തിയ ഈ സംഘടന ഈ സാധ്യതകൾ മനസ്സിലാക്കുന്നത്, BJP-കാർ പിന്നെ മനസ്സിലാക്കുന്നത് വാജ്പേയി സർക്കാർ നിലവിൽ വന്ന സമയത്താണ്. അന്ന് BJP-കാർ ചെയ്ത കാര്യമെന്ന് പറയുന്നത് വി മുരളീധരനെ ദേശീയ വൈസ് ചെയർമാനാക്കി. കേരളത്തിലെ BJP നേതാവ് വി മുരളീധരനെ ദേശീയ വൈസ് ചെയർമാനാക്കി. അദ്ദേഹം വന്നതിന് ശേഷം പൂർണ്ണമായി കാവ്യവൽക്കരണത്തിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അവർ ചെയ്ത കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എല്ലാ നെഹ്റു യുവകേന്ദ്രയുടെ കോർഡിനേറ്റർമാർ എല്ലാ ജില്ലകളിലും രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധികൾ, ഉപദേശക സമിതി അംഗങ്ങളാണ്. അവർ എല്ലാ കാരണം ഇന്ത്യ രാജ്യമാണ്. വിവിധങ്ങളായ പ്രതിനിധികളെ, ഭാഗങ്ങളെ പ്രതികരിക്കുന്ന നാനാത്വത്വം, ഏകത്വം, യൂണിറ്റി, ഡൈവേഴ്സിറ്റിയുള്ള രാഷ്ട്രമാണ് നമ്മുടേത്. എല്ലാവരും അഭിപ്രായങ്ങളെ സ്വരൂപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരു ഭരണകൂടത്തിൽ ഇന്ത്യ രാജ്യത്ത് ചെയ്യാനുള്ള ഏറ്റവും പരമപ്രധാനമായ കാര്യം. അങ്ങനെയുള്ള സംവിധാനം എത്രയോ കാലങ്ങളായിട്ട് കോൺഗ്രസ് സർക്കാരുകളും UPA സർക്കാരും ഒക്കെ തന്നെ തൊടാൻ തയ്യാറാവാതിരുന്ന സംഭവം, വളരെ മനോഹരമായി സ്മൂത്തായി പോണ്ടിരിക്കുന്ന സംവിധാനം BJP-കാർ വന്ന ഉടനെ തന്നെ RSS-കാർ മാത്രം ഉപദേശമന്ത്രി മതിയെന്ന് തീരുമാനമായി. അപ്പോൾ തന്നെ അതിൻ്റെ സംഘടനയുടെ കാര്യം ഏകദേശം തീരുമാനമായി നടത്താം. കാരണം ബുദ്ധിയില്ലാത്തവരെ വെച്ചുകൊണ്ട് സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. കേവലം വർഗീയ വിദ്വേഷം മാത്രം വെച്ചിരിക്കുന്ന ഒരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും അതിന് മരണമണി മുഴങ്ങി. പക്ഷേ RSS-കാർ ബുദ്ധിപരമായിട്ട് അത് ഉപയോഗിച്ചു. വി മുരളീധരൻ കുറേ യൂത്ത് സൊസൈറ്റികളൊക്കെ ഉണ്ടാക്കി അതിലൂടെ RSS-ൻ്റെ ശാഖകൾക്ക് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ കുറേ കുത്തിനിറച്ച് RSS-ൻ്റെ സംഘപരിവാർ ശക്തികളെ കുത്തിനിറച്ച് സംഘടനയുടെ കഥ കഴിക്കേണ്ട എല്ലാ പരിപാടിയും അന്ന് തന്നെ തുടങ്ങി വെച്ചതാണ്. പിന്നീട് എന്താ ചെയ്തത്? ഈ സംഘടന നശിപ്പിക്കണം, പിന്നെ ഞെക്കിക്കൊല്ലുക, നാച്ചുറൽ ഡെത്ത്, സ്വാഭാവിക മരണത്തിൽ തള്ളി വീണാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തു. പ്രധാനപ്പെട്ട കാര്യം, ഫണ്ട് കൊടുത്തില്ല. സംഘടനയ്ക്ക് രാജ്യത്തിന് ഫണ്ടില്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല സ്വാഭാവികമായിട്ടും. പിന്നീട് ചെയ്ത കാര്യം എന്താണ്? ഈ സംഘടനയ്ക്ക് എല്ലാ ജില്ലാ കോർഡിനേറ്റർമാരുണ്ട്. എല്ലാ ജില്ലാ കോർഡിനേറ്റർമാരും ഒഴിയുന്ന മുറക്ക്
സ്വാഭാവികം ആൾക്കാർ റിട്ടയർമെൻറ്റ് വരുമല്ലോ. പുതിയ ആൾക്കാരെ അപ്പോയിൻമെൻറ്റ് ചെയ്യാത്ത അവസ്ഥ വന്നു. 1 ജില്ലയുടെ ചാർജ്, 2 ജില്ലയുടെ ചാർജ്, 3 ജില്ലയുടെ ചാർജ് തുടങ്ങി 5ഉം 6ഉം ജില്ലയുടെ ചാർജുകൾ ഒരു കോർഡിനേറ്റർക്ക് കൊടുക്കുന്ന സംവിധാനം വന്നു. സ്റ്റാഫുകൾ റിട്ടയർമെൻറ്റ് പോകുമ്പോൾ പുതിയ സ്റ്റാഫുകളെ അപ്പോയിൻറ്റ് ചെയ്താൽ വന്നു. അങ്ങനെ നെഹ്റു യുവകേന്ദ്ര പ്രവർത്തനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നശിപ്പിച്ച് അതിൻ്റെ സ്വാഭാവിക മരണത്തെ കൊണ്ട് എല്ലാ നടപടികളും അങ്ങ് നടത്തിയതിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു പരിപാടിയും എടുത്ത് വന്നിരിക്കുന്നത്. മേര യുവഭാരത് എന്ന പേര് മാറ്റിയിരിക്കുകയാണ്. ഈ പേര് മാറ്റി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. കാരണം 2023 മേര യുവഭാരത് എന്നൊരു കൺസെപ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. അന്ന് പറഞ്ഞിരിക്കുന്നത് യുവാക്കൾക്കിടയിൽ വികസിത ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടി, ഇവരുടെ സംഭാവന രാജ്യം വികസിച്ചത് 2014 ശേഷമാണെന്നല്ലോ ഇവർ പറയുന്നത്. വികസിത ഭാരതം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് യുവാക്കൾക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി യുവാക്കളെ പുരോഗതിയും അവരുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് മേര യുവഭാരത് എന്ന കൺസെപ്റ്റ് പ്രഖ്യാപിക്കുന്നു. ഇത് പുതിയൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരിക, ശ്രദ്ധിക്കണം, പുതിയൊരു സംവിധാനം നമ്മൾ കൊണ്ടുവരികയാണ്. അങ്ങനെ 22/11/2014 അവർ പുതിയൊരു സംവിധാനം പ്രഖ്യാപിക്കുകയാണ്. മേര യുവഭാരത് എന്ന് പറഞ്ഞ് പുതിയൊരു സ്കീം രാജ്യത്ത് വരുന്നു. എല്ലാവരും ഇതിനെ പറയും രാജ്യത്തിൻ്റെ പുതിയ, നമ്മളിതാ നരേന്ദ്രമോദി സർക്കാർ പുതിയൊരു രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന രീതിയിലാണ് അത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ തികച്ചും തെറ്റായി ഒരു പ്രചരണമായിരുന്നു അത്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. കാരണം പുതിയതല്ല, അവർക്ക് പുതിയതൊന്നും കൊണ്ടുവരാൻ ഇന്ന തീയതി വരെ സാധിച്ചിട്ടില്ല. പേര് മാറ്റലമാണ്. സ്പെഷ്യലൈസ് PhD എടുത്ത ആൾക്കാരാണ്. പേര് മാറ്റുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരിപാടി. അത് നമ്മൾ മുന്നേ കണ്ടതാണ്. സ്ഥലങ്ങളുടെ പേര് മാറ്റുക, അവർ രാഷ്ട്രശില്പികളുടെ സ്മാരകങ്ങളുടെ പേര് മാറ്റുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ആകെ ചെയ്ത് പേര് മാറ്റലാണ്. അത് തന്നെ ഇവിടെയും തുടങ്ങി. നെഹ്റു യുവകേന്ദ്ര പേര് മാറ്റി മേര യുവഭാരത് എന്നാക്കി മാറ്റി. നെഹ്റുവിൻ്റെ ഒരു ഭരണകൂടി നടത്തുന്ന ഒരു സ്ഥാപനം അടച്ചുപൂട്ടേണ്ട എല്ലാ പരിപാടികളും ചെയ്തതിന് ശേഷം പേര് മാറ്റിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉയരണം. കാരണം ഇത് ഒരു തുടക്കമോ അവസാനവുമല്ല. രാഷ്ട്രപതി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ ഘാതകന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന, അവരുടെ കോൺസ്പിരസിയിലുണ്ടായിരുന്ന സവർക്കറുടെ ഫോട്ടോ ഗാന്ധി പാർലമെൻറ്റ് സെൻട്രൽ ഹാളിൽ ഗാന്ധിജിക്ക് നേരെ മുന്നിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോൾ കാണാം. നിങ്ങൾക്ക് മന്ത്രിമാരുടെയൊക്കെ ചില പത്രസമ്മേളനം അവരെ കാണാം. നിങ്ങൾക്ക് സവർക്കറാണ് പിറകിൽ, മഹാത്മജി അല്ല, രാഷ്ട്രപിതാവല്ല. ഇത് നെഹ്റുവും പ്രത്യയശാസ്ത്രങ്ങളോടുള്ള വെല്ലുവിളി മാത്രമല്ല, നമ്മുടെ ചരിത്രത്തിനോടുള്ള നിഷേധമാണ്. ഇതുകൊണ്ടൊന്നും നെഹ്റു ഇല്ലാതാവുമെന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ടല്ല, നെഹ്റു ഇല്ലാതാവില്ല എന്ന് ഇവർക്ക് അറിയാത്തതുകൊണ്ടല്ല. പക്ഷേ ഘട്ടം ഘട്ടമായിട്ട് അടുത്ത തലമുറയിലേക്ക് ഇത്തരം സ്വാതന്ത്ര്യത്തിൻ്റെ ചരിത്രം, നെഹ്റുവിൻ്റെ ചരിത്രം, ഇതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന നടപടികളുമായിട്ടാണ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നെഹ്റുവിൻ്റെ നാമവും അദ്ദേഹത്തിൻ്റെ പേരുകൾ, അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളൊന്നും തന്നെ ഒരു പേര് മാറ്റിയതുകൊണ്ട് ഇല്ലാതാവില്ല എന്ന് ഇവർക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഇവർക്ക് വൈകി മാത്രമേ ബുദ്ധി ഉദിക്കുകയുള്ളൂ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നാളുകളിൽ നെഹ്റുവിൻ്റെ ദർശനങ്ങൾ, നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട്, ആധുനിക ഭാരതത്തിൻ്റെ ശില്പി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്തായാലും രാജ്യത്തിനുണ്ടെന്നുള്ളത് പുതിയ തലമുറ തീർച്ചയായും പഠിക്കും. നിങ്ങളുടെ ശ്രമങ്ങൾ പാഴ്വേല മാത്രമാകും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവരോടും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാവാൻ ഈ നാട്ടിലെ എല്ലാ ജനാധിപത്യ വിശ്വാസികളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.